it's not that you have to become civil servant, you have to become an IAS officer, then only you can make change, you can make difference. No, I don't think so. Change in attitude, change in approach, that differentiates those who succeed in life and those who doesn't. അമേരിക്കൻ മഹാസാമ്രാജ്യത്തിന്റെ ഫസ്റ്റ് ലേഡി ആയിരുന്ന മിഷേൽ ഒബാമയുടെ ഒരു ബയോഗ്രഫിക്കൽ വർക്ക് ഞാൻ വായിക്കുകയുണ്ടായി. ജീവിതത്തിൽ വിജയിക്കുന്നവര് അവർ ബാക്കി എല്ലാവരും ചെയ്യാത്ത കാര്യങ്ങളാണ്, ജീവിതത്തിൽ ഇല്ലാത്ത ബാക്കി ആരും കാണാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നല്ല ഒരിക്കലും. പക്ഷേ കാപ്പാട് വാസ്കോ ഡ ഗാമ ലാൻഡ് ചെയ്യുന്നതിന് ഏകദേശം 60 വർഷം മുന്നേ ഇതേ കോഴിക്കോട് അഡ്മിറൽ ഷെങ്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. Once you have done this analysis and once you have taken the decision to go ahead to take civil service as your career, then you should stick to it. You should not oscillate. ഏതൊരു ക്രൈസിസിനെയും ചലഞ്ചായി എടുത്ത് അതിനെ ഓവർകം ചെയ്യുന്നവരാണ് ജീവിതത്തിൽ മുന്നോട്ട് വരിക. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒത്തിരി സ്നേഹ ആദരവുകൾ അറിയിക്കുന്നു. മർക്കസ് പ്രസ്ഥാനത്തിന്റെ അഭിവന്ദനായ അമരക്കാരൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ അബ്ദുൽ ഹക്കീം അസ്ഹരി സാബ്, ജാമിയ മർക്കസിന്റെ ബഹുമാന്യരായ മുഴുവൻ ഭാരവാഹികൾ, അമരക്കാർ, ജാമിയ മർക്കസുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആയിരക്കണക്കായ അതിൻ്റെ അനുയായികൾ, ഭാരവാഹികൾ, അതോടൊപ്പം ഇന്ന് ഇവിടെ കേൾക്കുന്ന കൂടി ആശംസകൾ അറിയിക്കുന്നു, അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. നമുക്കെല്ലാം അറിയാം, ലോക മഹായുദ്ധം നടന്ന പോലെ, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പാർട്ടീഷൻ പോലെ വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ എന്ന മഹാമാരി, മഹാവിപത്ത്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ആരും തന്നെ ഇതുപോലൊരു മഹാവിപത്ത് ജീവിതത്തിൽ ഒരിക്കലും അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, സ്കൂളുകളിലും മറ്റ് കോളേജുകളിലും എല്ലാം പഠിക്കുന്ന കുട്ടികൾ, അവരുടെ എല്ലാം പഠനവും ജീവിതവും എല്ലാം ഇതിലൂടെ അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സമയം കൂടിയാണിത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു ക്രൈസിസിനെയും ചലഞ്ചായി എടുത്ത് അതിനെ ഓവർകം ചെയ്യുന്നവരാണ് ജീവിതത്തിൽ മുന്നോട്ട് വരിക, വിജയിക്കുക. അത്തരത്തിൽ വിജയിക്കുന്നവരാകട്ടെ നിങ്ങളെല്ലാവരും എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്കറിയാം, ഡിസയർ ഈസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഓൾ സക്സസ് എന്ന് പറയും. ആഗ്രഹമാണ് എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം. നമ്മുടെ ബഹുമാനായിരുന്ന, നമ്മളെ എല്ലാം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുമായിരുന്നു, യു ഹാവ് ടു ഡ്രീം ബിഫോർ യുവർ ഡ്രീം ക്യാൻ കം ട്രൂ. അഥവാ സ്വപ്നം കണ്ടാൽ മാത്രമേ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകൂ. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന് മുന്നേ തീർച്ചയായിട്ടും സ്വപ്നങ്ങൾ കാണണം. സ്വപ്നം കാണുന്നവർക്ക് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുള്ളൂ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം I was going through a very fabulous book, an biographical work of former First Lady of United States. അമേരിക്കൻ മഹാസാമ്രാജ്യത്തിന്റെ ഫസ്റ്റ് ലേഡി ആയിരുന്ന മിഷേൽ ഒബാമയുടെ ഒരു ബയോഗ്രഫിക്കൽ വർക്ക് ഞാൻ വായിക്കുകയുണ്ടായി. ബിക്കമിങ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്, ബിക്കമിങ്. അതേ പേരിലുള്ള ഒരു BBC ഡോക്യുമെന്ററിയും ഉണ്ട് മിഷേൽ ഒബാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്. മിഷേൽ ഒബാമ നമുക്കറിയാം, ലോകത്തിലെ സൂപ്പർ പവർ എന്ന് എല്ലാവരും ലോകം വിശ്വസിക്കുന്ന അമേരിക്ക സാമ്രാജ്യത്തിന്റെ ഫസ്റ്റ് ലേഡി ആയിരുന്നു, ബരാക് ഒബാമയുടെ സഹധർമ്മിണി. പക്ഷേ മിഷേൽ ഒബാമയെ നിങ്ങൾ അറിയേണ്ട മറ്റൊരു വശം, മിഷേൽ ഒബാമ അല്ലെങ്കിൽ മിഷേൽ ഒബാമയുടെ കുടുംബം അമേരിക്കയിലെത്തുന്നത് മിഷേൽ ഒബാമയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ അഥവാ മുത്തശ്ശിയുടെ മുത്തശ്ശി അമേരിക്കയിലേക്ക് ഒരു സ്ലേവ് ലേഡിയായിട്ട്, അടിമ സ്ത്രീയായി ആഫ്രിക്കയിൽ നിന്ന് വരപ്പെട്ടതാണ്. അപ്പോൾ ഒരു അടിമ സ്ത്രീയുടെ പാരമ്പര്യത്തിൽ നിന്ന് അമേരിക്കയിലെ ഏറ്റവും പവർഫുൾ ആയ സ്ത്രീയായി മാറിയ കഥയുടെ ഒരു ചുരുക്ക വിവരണമാണ് ബിക്കമിങ് എന്ന പുസ്തകം, ആ ഡോക്യുമെന്ററി. So I would strongly recommend this book and the documentary to each and every one of you. ബിക്കമിങ് എന്നാണ് ബുക്കിന്റെ പേര്. ഞാൻ പറഞ്ഞു വന്നത്, ബിക്കമിങ് എന്ന ബുക്ക് മാത്രം മതി നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും
എത്ര അധികം കഷ്ടപ്പാടുകൾ, ചലഞ്ചസ്, ക്രൈസിസ് ഉള്ള പുതിയ ഒരു ജീവിതത്തിൽ നാം എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം എത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ അവിടങ്ങളിൽ എത്തിച്ചേരാനായിട്ട് ഈ ബിക്കമിങ് എന്ന ബുക്കിലെ മിഷേൽ ഒബാമയുടെ ജീവിതം മാത്രം വായിച്ചാൽ മതി. ഞാനിപ്പോ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്, പക്ഷെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു വാചകം ആ ബുക്കില്, ടു ബിലീവ് ഇൻ യുവർ സ്റ്റോറി ബിഫോർ യു ക്യാൻ മേക്ക് അതേഴ്സ് ടു ബിലീവ് ഇൻ ഇറ്റ്. യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സ്റ്റോറി ബിഫോർ യു ക്യാൻ മേക്ക് അതേഴ്സ് ടു ബിലീവ് ഇൻ ഇറ്റ്. അത് വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സ്റ്റോറി ബിഫോർ യു ക്യാൻ മേക്ക് അതേഴ്സ് ടു ബിലീവ് ഇൻ ഇറ്റ്. എന്താണ് അതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്? We know we are all unique creatures of that Almighty. സൃഷ്ടാവിന്റെ അഭൂതമായിട്ടുള്ള സൃഷ്ടികളാണ് നമ്മളെല്ലാവരും. അത് നമ്മൾ അറിയാതെ പോകുന്നു. ഞാനും നിങ്ങളും നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ തലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഏകദേശം 9 ബില്യൺ ന്യൂറോൺസ് ആണ് സൃഷ്ടാവ് തന്നിട്ടുള്ളത്. 900 crore. പക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും, കുട്ടികൾക്ക് പ്രത്യേകിച്ച് അറിയും, ലോകമെമ്പാടുമുള്ള ആഫ്രിക്ക മുതൽ അമേരിക്ക മുതൽ യൂറോപ്പ് മുതൽ ഏഷ്യ വരെയുള്ള വൻകരകളിലെ മുഴുവൻ ജനസംഖ്യ എടുത്താൽ അത് മൊത്തം കൂടി 7.5 ബില്യണേ വരൂ, 750 കോടി. പക്ഷെ എന്റെയും നിങ്ങളുടെയും തലയിൽ, ഈ ഓരോ തലയിലും സൃഷ്ടാവ് തന്നിട്ടുള്ളത് 9 ബില്യൺ ന്യൂറോണാണ്. അഥവാ വെളുത്തവനും ഉള്ളവനും ഇല്ലാത്തവനും അടങ്ങുന്ന ജനസംഖ്യയേക്കാൾ എത്രയോ അധികമാണ് എന്റെയും നിങ്ങളുടെയും, നിങ്ങൾ ഓരോരുത്തരുടെയും തലയിൽ സൃഷ്ടാവ് തന്നിട്ടുള്ള ന്യൂറോൺ. അങ്ങനെ എത്രയോ യുണീക്ക് ആയിട്ടുള്ള ഫീച്ചർ. കുട്ടികൾക്കറിയാം, നമ്മൾ ഓരോരുത്തരുടെയും ശരീരം അത് 60,000 മൈൽ, അല്ലെ, 60,000 മൈൽസ് വരുമെന്നാണ് പറയുന്നത്. 60,000 മൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂഗോളത്തെ 2 വട്ടം ചുറ്റി വരാനുള്ള ഡിസ്റ്റൻസ് ആണ്, ലെങ്ത് ആണ്. ആ ലെങ്തിലുള്ള രക്തക്കുഴലുകളാണ്, ബ്ലഡ് വെസൽസ് ആണ് എന്റെയും നിങ്ങളുടെയും നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ളത്. 60,000 മൈൽസ്, 60,000 മൈൽസ് ഓഫ് ബ്ലഡ് വെസൽസ്. സോ ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് us are unique. നമുക്കറിയാം, നമ്മുടെ ഈ കാണുന്ന മുഖം, നിങ്ങൾ ഈ കാണുന്ന മുഖം, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം, ഈ എല്ലാവരുടെയും മുഖം ഒരു സ്ക്വയർ ഫീറ്റിൽ കുറവായ സ്പേസ് ആണ് മുഖത്തിനുള്ളത്, ഫേസിനുള്ളത്. പക്ഷെ നമുക്കറിയാം, ഈ 750 കോടി മനുഷ്യരുടെയും മുഖം വ്യത്യസ്തമാണ്. ഈ 3/4 സ്ക്വയർ ഫീറ്റ് മുഖം 750 കോടിയും വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തിനു മുഖത്തെ പറയുന്നു? നമ്മുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദം, രൂപവും ഭാവവും ഇല്ലാത്ത ശബ്ദം വരെ വ്യത്യസ്തം, യുണീക്ക്, അല്ലെ? എന്റെ സൗണ്ട് പോലെയല്ല നിങ്ങളുടെ സൗണ്ട്, എന്റെ സൗണ്ട് പോലെയല്ല എന്റെ അനുജന്റെയോ ജ്യേഷ്ഠന്റെയോ എന്റെ മക്കളുടെയോ സൗണ്ട്. സോ ഇറ്റ്സ് ദാറ്റ് യുണീക്ക്. ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും സൃഷ്ടാവിന്റെ വളരെ യുണീക്ക് ആയിട്ടുള്ള സൃഷ്ടികളാണ്. പക്ഷെ യുണീക്ക് ആയിട്ടുള്ള സൃഷ്ടിയോടൊപ്പം എന്താണ് നമ്മുടെ സ്റ്റോറി? നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മൾ ജനിച്ചു വളർന്നു വന്ന സാഹചര്യങ്ങൾ, നമ്മൾ പഠിച്ച പഠന രീതികൾ, പഠിച്ച പുസ്തകങ്ങൾ, പഠിച്ച അറിവുകൾ എല്ലാം ചേർത്ത് വച്ച സാഹചര്യങ്ങളും നമ്മുടെ യുണീക്ക് നേച്ചറിനോട് കൂടിച്ചേരുന്നതാണ് നമ്മൾ. And each and every one of us has got a unique story. അതാണ് മിഷേൽ ഒബാമ പറയുന്നത്, you have to believe in your story. Let me tell you, you have to believe in your story എന്ന് പറയുന്നത് സ്വന്തം സ്റ്റോറിയിൽ കോൺഫിഡന്റ് ആയി, ഇതാണ് ഞാൻ, ഈ കാണുന്ന ഇന്ന സ്ഥലത്തു നിന്ന് വരുന്ന ഇന്ന ജീവിത സാഹചര്യങ്ങളുള്ള, ഇന്ന പ്രാരാബ്ദങ്ങളുള്ള, ഇന്ന ചുറ്റുപാടുകളിൽ നിന്ന് ജനിച്ചു വളർന്നു വന്ന, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള, ഇത്രയും കാര്യങ്ങൾ കഴിയാതെ പോയ വ്യക്തി ആയ ഈ ഞാൻ, PB സലീം, ഈ ഞാൻ എന്നത് എൻ്റെ ഒരു ഇറ്റ്സ് മൈ യുണീക്ക് സ്റ്റോറി എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ, പറയാൻ, വിശ്വസിക്കാൻ, കോൺഫിഡന്റ് ആയി വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ജീവിതം വിജയിച്ചു എന്നാണ് മിഷേൽ ഒബാമ പറയുന്നത് ബിക്കമിങ് എന്ന ബുക്കിൽ. അതാണ്, വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ് ബട്ട് ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി, അല്ലെ? ജീവിതത്തിൽ വിജയിക്കുന്നവര് അവർ ബാക്കി എല്ലാവരും ചെയ്യാത്ത കാര്യങ്ങളാണ്, ജീവിതത്തിൽ ഇല്ലാത്ത, ബാക്കി ആരും കാണാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നല്ല ഒരിക്കലും. അവർ ചെയ്യുന്നത് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് ദേ ഡു ഇറ്റ് ഡിഫറെന്റ്ലി. വാട്ട് ഡസ് ഇറ്റ് മീൻ? ജീവിതത്തിൽ വിജയിക്കുന്നവരും വിജയിക്കാത്തവരും, ചാറ്റ് ബോക്സിൽ ചിലർ പറയുന്നുണ്ട്, പ്ലീസ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, മൈ ഓൺലി പ്രോബ്ലം ഈസ്
I believe that the majority demands Malayalam. I think there are some participants from Bengal also. They are requesting me to speak in English. So I'll try and mix it up. Sorry. Yeah, Apo, what we were speaking. Yeah, those who succeed in life and those who don't, they also do the same things, similar things in life. And then what does it mean? Now, example പറയാം. See, നമ്മളെല്ലാവരും രാവിലെ പുസ്തകം ന്യൂസ് പേപ്പർ വായിക്കും അല്ലേ? എല്ലാവരും രാവിലെ ന്യൂസ് പേപ്പർ വായിക്കും. എന്താണ് നമ്മൾ സാധാരണ ന്യൂസ് പേപ്പറിൽ വായിക്കുക? ന്യൂസ് പേപ്പർ എടുത്താൽ നമ്മളിപ്പോൾ കൊറോണ കാലത്തിന് മുന്നത്തെ കാര്യം പറയുന്നത്. ന്യൂസ് പേപ്പർ എടുത്താൽ നമ്മൾ സാധാരണ വായിക്കുക വാട്ട് എവർ ഇസ് ഇൻട്രസ്റ്റിംഗ് അല്ലേ? കഥകൾ, എവിടെ എന്ത് സംഭവിച്ചു, ആരെവിടെ എങ്ങോട്ട് പോയി, എന്ത് വന്നു എന്ത് പോയി എന്നുള്ളതാണ് മെജോറിറ്റി ആളുകൾ നമ്മളെല്ലാവരും വായിക്കുക. But those who succeed in life, they also will be doing the same thing. They also must be reading the same similar newspaper, but with a difference. What is the difference? They will also be skimming through all these news, all these interesting stories, all these stories which interest you, excites you, but at the same time the focus will be on the specific centerfold. They would be reading through the editorial. They will be going through the article, international affairs. They will also be reading the economic part of the story, etc., etc. So me and you, every one of us, those who succeed, say Manorama അല്ലെങ്കിൽ സുപ്രഭാതം അല്ലെങ്കിൽ എന്താണെങ്കിലും XYZ, പക്ഷേ there's a slight difference in approach. There's a slight difference in attitude in reading newspaper. And let me tell you, believe me, this small attitude, this small change in approach makes all the difference in life. It is this change in attitude, change in approach that differentiates those who succeed in life and those who doesn't. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ സക്സസിനെ പറ്റി പറയുമ്പോൾ this is very important. നമുക്കറിയാം we are all very lucky to have born in this mysterious, this fabulous, mystic country, അല്ലെ? ഇന്ത്യ എന്ന സുവർണ രാജ്യത്തില് ജനിക്കാൻ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഇന്ത്യ മഹാരാജ്യം പണ്ട് മുതൽ, ചരിത്രാതീത കാലം മുതൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും, അത് ചൈനക്കാരായാലും യൂറോപ്യൻസ് ആയാലും അറബികളായാലും തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും കൊതിപ്പിച്ച് മോഹിപ്പിച്ച ഒരു രാജ്യമാണ്. ആര്യൻസ് മുതൽ അറബികൾ വരെ, ചൈനക്കാർ മുതൽ യൂറോപ്യൻസ് വരെ എല്ലാം ഇന്ത്യ രാജ്യത്തെ തേടിയാണ് വന്നത്. ഈ രാജ്യത്തിലാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത്, നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യ രാജ്യം കാലാകാലങ്ങളായി ലോകത്തിന് എത്രയോ മഹാരഥന്മാരെയാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമുക്കറിയാം നമ്മൾ ഒട്ടനവധി മേഖലകളിൽ we have made immense progress in various facets of life. പ്രത്യേകിച്ച് കുട്ടികൾക്കറിയായിരിക്കും, ഇപ്പൊ നമ്മുടെ മഹാരാജ്യം ഇത്രയധികം 100 കോടിയിലധികം ജനസംഖ്യയുള്ള രാജ്യം, ഫുഡ് സഫീഷ്യന്റ് ആണ്. നമുക്ക് ഭക്ഷണത്തിനായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ പണ്ടുണ്ടായിരുന്നു, ഇന്നില്ല. ദാറ്റ് ഈസ് താങ്ക്സ് ടു ഡോക്ടർ MS സ്വാമിനാഥൻ, ഗ്രീൻ റെവല്യൂഷൻ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ദാറ്റ് ഈസ് താങ്ക്സ് ടു ഡോക്ടർ വർഗീസ് കുര്യൻ, വൈറ്റ് ലിമിറ്റേഷൻസ്. ഇന്ന് ലോകത്തിലെ സ്പേസ് അല്ലെങ്കിൽ റോക്കറ്റ് ടെക്നോളജി, മിസൈൽ ടെക്നോളജി, ദാറ്റ് ഈസ് താങ്ക്സ് ടു സയന്റിസ്റ്റ് ലൈക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാം, ഹോമി ഭാഭ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാരോട് കടപ്പെട്ടിരിക്കുന്നു നമ്മൾ. ഇന്ത്യ ഇന്ന് ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു IT കമ്പ്യൂട്ടർ സൂപ്പർ പവറാണ് അല്ലെ? ദാറ്റ് ഈസ് താങ്ക്സ് ടു നാരായൺ മൂർത്തി അല്ലെങ്കിൽ അസീം പ്രേംജി അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള എന്റർപ്രണേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് കൊണ്ട് ഇന്ന് നമ്മൾ ലോകത്തിലെ ഒരു IT സൂപ്പർ പവറാണ്. അത് just growing economies of the world. അല്ലെ? ഞാനിത് പറഞ്ഞത് to tell you that this is one side of the story. ഇത് നമ്മുടെ, വീണ്ടും ആരോ പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട്, ഇത് നമ്മുടെ രാജ്യത്തിന്റെ കഥയുടെ ഒരു വശമാണ്. അതാണ് ഞാൻ കുട്ടികളോട് പറയുന്നത്. See, we are a fabulous country. We have done, we have achieved lots and lots of pinnacles in the
last decades and centuries. But at the same time, you should also know India is one of the, a huge country with massive population wherein lakhs and lakhs of people are still poor. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ശരാശരി കിട്ടുന്ന പണം അല്ലെങ്കിൽ സമ്പത്ത് അതിന്റെ കണക്കെടുത്താൽ പെർ ക്യാപിറ്റ ഇൻകം എടുത്താൽ ലോകത്തിലുള്ള 150ഓളം 160ഓളം 60ലധികം 187 രാജ്യമാണ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 117ാമതാണ്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തുള്ള ജനങ്ങളിൽ എത്ര പേര് പട്ടി എന്ന ലോക രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ is on 102nd position out of 180 countries. ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ലോകത്തിലെ രാജ്യത്തെ ജനങ്ങൾ എത്ര ഇന്ത്യ is at 140th position, 140ാമത് പൊസിഷനിലാണ്. പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പൊസിഷൻ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ജനത്തോടു കൂടി എത്ര കുട്ടികൾ മരിക്കുന്നു, മക്കൾ മരിക്കുന്നു എന്ന കണക്കിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിൽ ഇന്ത്യ is at 113th പൊസിഷൻ, 113ാമത് പൊസിഷനിലാണ്. അണ്ടർ 5 മാൽന്യൂട്രീഷൻ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത കുട്ടികളുടെ സംഖ്യ എടുത്താൽ ഇന്ത്യ is one of the worst. അൺഎംപ്ലോയ്മെന്റ്, ജോലിയില്ലാത്ത യുവതികളുടെ തൊഴിലില്ലായ്മയുടെ സംഖ്യ എടുത്താൽ backward, we can say it's one of the backward sections, I think one of the backward countries as far as the unemployment is concerned. But at the same time, നമ്മൾ ലോകത്തിലെ ഏറ്റവും അധികം കോടീശ്വരന്മാരുടെ കണക്കെടുത്താൽ ബില്യണേഴ്സിന്റെ എടുത്ത ഇൻഡെക്സിൽ ഇന്ത്യ is on the 3rd position as far as the number of billionaires are concerned. ഞാൻ പറഞ്ഞ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ പട്ടിണി കിടക്കുന്ന ആളുകളുടെ കണക്കെടുപ്പിൽ അല്ലെങ്കിൽ സംഖ്യയിൽ ഇന്ത്യ is on the 102nd position, whereas on number of billionaires index, India is on the 3rd position. What does it mean? That shows the disparity. ഉള്ളവരും ഇല്ലാത്തവരും പട്ടിണി അനുഭവിക്കുന്നവരും കോടീശ്വരന്മാരും തമ്മിലുള്ള disparity. So India is a country with huge disparity. So we need people like you, students like you, who are committed, who are motivated, who are a commitment, confidence to work for the society, work for the country, to make a difference, to make a change. അതിന് നിങ്ങൾക്ക് കഴിയണം, അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്. രാജ്യത്തിൽ തന്നെ നമുക്കറിയാം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസ് അല്ലെ, പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള സെക്ഷൻസ്. ഇന്ത്യയിൽ പാർശ്വവൽക്കപ്പെട്ടിട്ടുള്ളവരാണ് ആദിവാസികളും ഷെഡ്യൂൾ ട്രൈബ്സും ഷെഡ്യൂൾ കാസ്റ്റും അല്ലെങ്കിൽ സ്ത്രീകളും. അതോടൊപ്പം തന്നെ അല്ലാതുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റീസും. ഇപ്പൊ സേ ഫോർ കമ്പാരിസൺ, if we take the minority communities, minority Muslims എടുത്താൽ നമുക്കറിയാം ഇന്ത്യയുടെ ഓവറോൾ ലിറ്ററസി റേറ്റ് for male it is 91% and for female it is 80%. 81% ആണെങ്കിൽ when you take say Muslim minorities is just about 80% and 70%. For male it is, instead of 90 it is 80%, and for female it is 70% instead of 80%. ഇനി നമ്മൾ സ്കൂളിലെ എൻറോൾമെന്റ് എടുത്താൽ the minority Muslims are one of the most of the backward sections of the society. Say for example, secondary enrollment നമുക്കറിയാം സ്കൂളിലെ ക്ലാസ് 10 എൻറോൾമെന്റിന്റെ കണക്കെടുത്താൽ the percentage is around 72%. Higher secondary +2 enrollment എടുത്താൽ it is less than 50%. Graduation enrollment എടുത്താൽ it is less than 15%, 14.8. All these percentages are at par with or below the other backward sections. Scheduled caste and scheduled tribes are one of the poorest or backward comparable with the other most backward sections of the society.
lot that you can do to plug this gap, to address this disparity, to do a lot of good. But I must make it very clear, it's not that you have to become civil servant, you have to become an IAS officer, then only you can make a change, you can make difference. No, I don't think so. Our country need committed officers, persons with commitment and confidence in every sphere of life. We need committed doctors, we need engineers with vision, we need historians with integrity, we need sociologists with knowledge, we need journalists with integrity, we need politicians with dreams, so on and so forth. We need religious leaders with religious leaders and preachers who can become role models. We need artists who can motivate the country, motivate the fellow being. We also need civil servants with commitment, with enthusiasm, with confidence. So whatever is your dream, my only submission, my only suggestion, advice will be, whatever be your field, go ahead, take it head on, because we expect a lot from you. Your country expects a lot from you, because it's huge disparity. Ours is a country where the global hunger index is, we are 102nd. Means there are lakhs and lakhs and lakhs of people, children who have nothing to eat. So we need you. എനിക്ക് കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം, I don't know how many of you are serious candidates for civil service. So if there are serious candidates for civil service, you can ask me questions, anything, everything. I'll be more than happy to answer you. Before that, maybe I'll make some general comments, some general observations. Then we can have specific discussions on civil service, if that is okay with you. Many of you, most of you must have completed your class 10, class 12 examination with flying colors. ഇപ്പോൾ നമ്മുടെ നാട്ടില് കുട്ടികൾ എക്സാമിന് 10ലും 12ലെല്ലാം മാർക്ക് വാങ്ങുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ബ്രദറിനോട് പറയായിരുന്നു, അല്ലേ പത്തനംതിട്ടയിൽ കളക്ടർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നായിരുന്നു, ഇപ്പോഴത്തെ കുട്ടികളുടെ മാർക്ക് കിട്ടുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ലക്കി, 10-15-20 വർഷം മുന്നേ കഴിഞ്ഞു പോകുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോഴായിരുന്നെങ്കിൽ ഈ പറഞ്ഞ IAS ഒന്നും കിട്ടുമായിരിക്കില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. നമ്മള് തമാശയായിട്ട് പറഞ്ഞതാ. Because there are huge number of students who are bright, are getting 90, 95, 99, 100% mark. MashaAllah, that is excellent. But my submission, my point is, say, so far you have been studying for to get mark, to get scores. Now you should also study to learn things, learn for yourself. What does it mean? I'll give you one or two examples. Say, for example, Namakariyam, we have all learned that Magellan ആണ് ഭൂമി ആദ്യമായിട്ട് ചുറ്റിക്കറങ്ങിയതെന്നാണ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത്, അല്ലെ? കുട്ടികൾക്ക് അറിയും. അതുപോലെ കൊളംബസ് ആണ് അമേരിക്കയിൽ ആദ്യം ലാൻഡ് ചെയ്തെന്ന് പറയും, 492. ഓസ്ട്രേലിയ കണ്ടുപിടിച്ചത് എന്ന് നമ്മൾ പഠിച്ചു. ഇതെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ the other day I was going through a book which is called 1421, the year China discovered the world. 1421, the year China discovered the world എന്നാണ് ബുക്കിന്റെ പേര്. That's written by a British Royal Navy officer called Galvin Menzies. Galvin Menzies എന്ന ബ്രിട്ടീഷ് നേവിയിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ എഴുതിയ ബുക്കാണ് 1421 ചൈന ലോകം കണ്ടെത്തിയ വർഷം എന്നാണ് ബുക്കിന്റെ പേര്. It says all these are wrong. The book says, of course, with substantive evidence, not a story book, it's not a fictional book. It's a serious book with solid evidence and proof. The book substantiates that all these are wrong. Much before them is the Chinese under the leadership of Admiral Cheng He who have done all this. Is the Admiral Cheng He's naval fleet who has circumnavigated the globe almost 100 years before Magellan. അല്ലെങ്കിൽ കൊളംബസ് അമേരിക്കയിൽ എത്തുന്നതിന് ഏകദേശം 70 വർഷം മുന്നേ 1421, in the year 1421,
കൊളംബസ് എത്തുന്നത് 1492 അതിന് ഏകദേശം 70 വർഷം മുന്നേ 1421 അഡ്മിറൽ ഷെങ്കയുടെ നേതൃത്വത്തിലുള്ള ചൈനീസ് നാവിക വ്യൂഹം അമേരിക്കയിലെത്തി എന്ന് സ്ഥാപിക്കുന്നു. തോമസ് കുക്ക് ഓസ്ട്രേലിയ എത്തുന്നതിന് ഏകദേശം 300 വർഷങ്ങൾക്ക് മുന്നേ ഇതേ 1421-22 ഈ അഡ്മിറൽ ഷെങ്കയുടെ ടീം ഓസ്ട്രേലിയയിലെത്തി എന്ന് പറയുന്നു. അതിൽ പറയുന്ന മാർച്ച് 23 അന്ന് ചൈന ഭരിച്ചിരുന്ന മിങ് ഡൈനാസ്റ്റിയിലുള്ള സിൻഡ്യൂ എന്ന എംപയർ നേവൽ ഫ്ലീറ്റ് ഓഫ് ദ ഹിസ്റ്ററി, ഐ മീൻ ടിൽ ദെൻ, ആയിരക്കണക്കിന് ഷിപ്പുകളുള്ള ഒരു നേവൽ ഫ്ലീറ്റ് കമ്മീഷൻ ചെയ്ത് അഡ്മിറൽ ഷെങ്കയെ അതിന്റെ ഹെഡ് ആക്കി വെച്ച് he had asked them to discover the world. The fleet was sent, this was divided into 3, they went all 3 directions, and they have discovered, they have landed in all these places. But then what happened? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്നുള്ള സ്വാഭാവികമായിട്ട് ചോദ്യം വരും അല്ലെ? അതിൽ പറയുന്നത് അല്ലെങ്കിൽ അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത് the team sailed back to China after 2 years. ഈ സ്ഥലങ്ങൾക്ക് ഇറങ്ങി അല്ലെങ്കിൽ കണ്ടുപിടിച്ച് 1423 ചൈനയിൽ തിരിച്ചെത്തുന്നത്. 1423 തിരിച്ചെത്തുമ്പോഴത്തേക്കും ഈ കമ്മീഷൻ ചെയ്ത് അയച്ച രാജാവ് കൊല്ലപ്പെട്ടിരുന്നു. രാജവംശം അറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഒരു ഭരണം മാറി ഒരു മുഖ്യമന്ത്രിമാർ വേറെ മുഖ്യമന്ത്രി വന്നാൽ, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി ഒരു ഭരണം മാറി വേറൊരു ഭരണം വരുമ്പോൾ മുന്നേ ഭരണത്തിലുണ്ടായിരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പല പ്രൊജക്റ്റും നമ്മൾ ഫോളോ ചെയ്യലില്ല, റൈറ്റ്? എന്ന് പറഞ്ഞ പോലെ the new emperor അല്ലെങ്കിൽ dynasty was not inclined to whatever the earlier empire was done, so they have burned down all the ships with all the documents and all the supporting evidence. Has discovered, circumnavigated the globe, കൊളംബസ് അമേരിക്കയിലെത്തി എന്നെല്ലാം നമ്മൾ പഠിച്ചു വരുന്നു. ഈ പറയുന്ന ഒരുപക്ഷെ നമുക്കറിയാം, ഇപ്പൊ പ്രത്യേകിച്ച് കോഴിക്കോടുള്ളവർക്ക് അറിയാമായിരിക്കും, ഈ അഡ്മിറൽ ഷെങ്കയാണ് നമ്മളുടെ കോഴിക്കോട് ലാൻഡ് ചെയ്തത്. ഇപ്പൊ കോഴിക്കോട് കാപ്പാടിൽ 1498 വാസ്കോ ഡി ഗാമ ലാൻഡ് ചെയ്തു എന്ന് അറിയാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്ത്യക്കാരും ഉണ്ടാവില്ല. 1498 വാസ്കോ ഡി ഗാമ കാപ്പാട് ലാൻഡ് ചെയ്തു എന്ന്. പക്ഷെ കാപ്പാട് വാസ്കോ ഡി ഗാമ ലാൻഡ് ചെയ്യുന്നതിന് ഏകദേശം 60 വർഷം മുന്നേ ഇതേ കോഴിക്കോട് അഡ്മിറൽ ഷെങ്ക ലാൻഡ് ചെയ്തിട്ടുണ്ട് വിത്ത് എ മച്ച് ബിഗർ ഫ്ലീറ്റ്. അത് ചെയ്തു എന്നുള്ളതിന് എവിഡൻസും കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കോഴിക്കോട് ഇപ്പൊ പട്ടുതെരുവും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഈ അഡ്മിറൽ ഷെങ്ക 7 പ്രാവശ്യം ആണ് കോഴിക്കോട് വഴി കടന്നു പോയിട്ടുള്ളത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, അല്ലെങ്കിൽ നമ്മളുടെ by the way things are, we have been asked to learn, Vasco da Gama, he came to colonize us. Vasco da Gama came to trade with us, but we remember the person who came to colonize us. For example പറഞ്ഞാൽ, we have been taught, അല്ലെങ്കിൽ നമ്മളെ എല്ലാം അറിയും, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്, whatever progress we have in our country is because of the 200 years എല്ലാ ഡെവലപ്മെന്റിന്റെയും സോഷ്യോ അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റിന്റെയും ബേസിസ് 200 വർഷത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ എന്നാണ് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത്. But now there are plenty of evidence and supporting documents which substantiate that may not be true. Paper by a British economist called Angus Maddison. Angus Maddison പറയുന്നത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത്, by the time British came, അല്ലെങ്കിൽ by the time Mughal Empire went, 1700-ൽ the percentage contribution of India to world economy was 24.2%. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുഗൾ ഭരണം അവസാനിച്ച സമയത്ത് 1700-ൽ ഇന്ത്യയുടെ ലോക എക്കോണമിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 24.2% ആയിരുന്നെങ്കിൽ, ഏകദേശം 250 വർഷങ്ങൾക്ക് ശേഷം 1950-ൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്ന സമയത്ത്, the contribution of Indian economy to the global economy had come down to 4.2%. So it's from 24% in 1700 to 4.2% in 1950. ഇതാണ് നമ്മുടെ ബഹുമാനായ തിരുവനന്തപുരം MP ശശി തരൂര് വളരെ രസകരമായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും എല്ലാം അവതരിപ്പിച്ചു. ഒരുപക്ഷെ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാകും.
അപ്പൊ ഞാൻ ഈ 2-3 എക്സാമ്പിളുകൾ ഗോ ഓൺ ടെല്ലിങ് സിമിലർ എക്സാമ്പിൾസ്. ഞാൻ എക്സാമ്പിൾ പറയാൻ കാര്യം, നൗ ദിസ് ഇസ് ടൈം ഫോർ യു ടു ലേൺ ഫോർ യുവർ സെൽഫ്. ക്ലാസ്സിൽ പഠിച്ച, പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച അറിവുകൾക്ക് അപ്പുറത്തേക്ക് you should read in depth, you should read much wider horizon. അങ്ങനെയുള്ള വായനയിലൂടെ മാത്രമാണ് നമുക്കായിട്ടുള്ള അറിവ്, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചതിനപ്പുറത്തേക്കും അതാണോ ശരി, അത് മാത്രമാണോ ശരി എന്ന് അറിയാനും, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ലോകം അറിയാനും, ലോകത്തെ അറിയാനും കഴിയുകയുള്ളൂ. നമുക്ക് ഒരുപക്ഷെ അറിയാം, കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും ഇബ്നു ബത്തൂത്തയുടെ അല്ലേ യാത്രകളെ പറ്റിയിട്ട്. ഇബ്നു ബത്തൂത്തയുടെ യാത്രകൾ വളരെ രസകരമായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക് ഫാക്ട്സ് ആണ്. ഇബ്നു ബത്തൂത്ത 1325 21-ാമത്തെ വയസ്സിലാണ് തൻ്റെ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. ഇബ്നു ബത്തൂത്ത മൊറോക്കോയിലെ ടാഞ്ചിയർ എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. 21-ാമത്തെ വയസ്സിൽ ഹജ്ജ് ചെയ്യാനായിട്ട് ഉമ്മയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് ഇബ്നു ബത്തൂത്ത ഹജ്ജ് ചെയ്തു വരാനായിട്ട് ഏകദേശം 1.5 വർഷം ആണ് വേണ്ടത്. പക്ഷെ ഇബ്നു ബത്തൂത്ത ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് 29 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ച് മൊറോക്കോയിലെ വീട്ടിലെത്തുന്നത്. 29 വർഷം അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. 1325 ഇബ്നു ബത്തൂത്തയുടെ സമയത്ത് ലോകം എന്ന് പറയുന്നത് 3 വൻകരകൾ മാത്രമേ ഉള്ളൂ: ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്. കാരണം 1325 അമേരിക്ക കണ്ടുപിടിച്ചിട്ടില്ല, അമേരിക്കയില്ല, അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഇല്ല, അന്റാർട്ടിക്ക ഇല്ല. അപ്പൊ അന്നത്തെ നോൺ വേൾഡ് എന്ന് പറയുന്നത് ഏഷ്യയും ആഫ്രിക്കയും യൂറോപ്പും മാത്രമാണ്. ഈ നോൺ വേൾഡില് 1325 ഇബ്നു ബത്തൂത്ത 30 വർഷം കൊണ്ട് ഏകദേശം ഏഷ്യയും ആഫ്രിക്കയും മുഴുവനായിട്ടും യൂറോപ്പിന്റെ ഒരു 30-40% പ്രദേശവും അദ്ദേഹം 30 വയസ്സിൽ കവർ ചെയ്തു. കവർ ചെയ്യുക മാത്രമല്ല, വളരെ മനോഹരമായിട്ട് പോയ സ്ഥലങ്ങൾ മൊറോക്കോ. ഇബ്നു ബത്തൂത്ത ഹജ്ജിന് ശേഷം തിരിച്ച് വീട്ടിൽ പോകുന്നതിന് പകരം മൂപ്പര് വരുന്നത് ഈജിപ്തിൽ നിന്ന് ദമാസ്കസിൽ പോയി, ദമാസ്കസിൽ നിന്ന് പേർഷ്യ വഴി അദ്ദേഹം he came to ഇന്ത്യയിൽ വന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് അന്നത്തെ സുൽത്താൻ. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ അതിഥിയായിട്ട് അവിടെ താമസിച്ചു. അവിടെ നിന്ന് അദ്ദേഹം കേരളത്തിൽ വന്ന് കോഴിക്കോട് സാമൂതിരിയുടെ അതിഥിയായിട്ട് താമസിച്ചു. കോഴിക്കോട് നിന്ന് അദ്ദേഹം മാലദ്വീപിൽ പോയി. മാലദ്വീപിൽ നിന്ന് കോഴിക്കോട് തിരിച്ചു വന്ന് അവിടെ നിന്ന് തിരിച്ച് കൊല്ലം വഴി ശ്രീലങ്കയ്ക്ക് പോയി. ശ്രീലങ്കയിൽ നിന്ന് came back to Madurai. From Madurai he came to West Bengal. West Bengal he came to Bangladesh. Bangladesh he went to from Bangladesh went to Southeast Asia. Countries like Indonesia, Malaysia, Sumatra, Java, Philippines തുടങ്ങിയ രാജ്യങ്ങൾ വഴി he went to China. ചൈനയിൽ അന്ന് അദ്ദേഹം ഉണ്ടായിരുന്ന മംഗോൾ രാജാവായിരുന്നു. മംഗോൾ രാജാവിനെ കണ്ട്. അത് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറയുന്നത് കുട്ടികൾക്ക് അതിന്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറയുന്ന കാര്യം, അന്ന് ചൈനയിൽ മുസ്ലിങ്ങളെ വിളിച്ചിരുന്നത് സൈത്തൂൻ എന്നാണ്. സൈത്തൂൻ എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈന്തപ്പന മരം. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ചൈനയിലെങ്ങും ഈന്തപ്പന മരങ്ങളില്ല, പക്ഷെ ദേ ആർ കോൾഡ് സൈത്തൂൻ. അതുപോലെ അദ്ദേഹം പറയുന്നത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം, അന്ന് ചൈനയിലെ വൻമതിൽ ചെറിയ ഭാഗം ബിൽഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് ആരോ പറയുന്നത് ഈ വൻമതില് ദുൽഖർനൈൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, യജൂജ് മൗജൂജ് വരുന്നതിന് അവരെ തടയാൻ വേണ്ടിയിട്ട് ദുൽഖർനൈൻ സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഈ വൻമതിൽ എന്ന് പറയുകയും അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഏതായാലും ചൈനയിൽ നിന്ന് തിരിച്ച് അദ്ദേഹം വീണ്ടും ഇന്ത്യ വഴി, കോഴിക്കോട് വഴി മിഡിൽ ഈസ്റ്റിൽ പോകുന്നു. നമ്മൾ ഈ പറയുന്ന റഷ്യൻ സ്ഥലങ്ങളായിട്ടുള്ള ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പോയി. വീണ്ടും ടർക്കി പോയി, കോൺസ്റ്റാന്റിനോപ്പിൾ പോയി, അതുവഴി യൂറോപ്യൻ സ്പെയിനിൽ പോയി. തിരിച്ച് അദ്ദേഹം ആഫ്രിക്കയിലെ മൊറോക്കയിൽ വരുന്നു. അതിനിടയിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ, മാലി സ്ഥലങ്ങൾ. 1325 ഒരു യാത്രക്കാരൻ സഞ്ചരിച്ച സ്ഥലങ്ങൾ എന്തെല്ലാം. ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കോഴിക്കോട് നിന്ന് ഡൽഹി വരെ ബസ്സോ ട്രെയിനോ ഫ്ലൈറ്റോ ഇല്ലാതെ പോകുന്നതിനെ പറ്റി. ചൈനയും ആഫ്രിക്കയും സ്പെയിനൊന്നും പോകണ്ട.
കോഴിക്കോട് നിന്ന് ഡൽഹി വഴി ബസ്സും ട്രെയിനും, കാരണം ഇബ്നു ബത്തൂത്തയുടെ സമയത്ത് ബസ്സില്ല, ട്രെയിനില്ല, ഫ്ലൈറ്റ് ഇല്ല, മറ്റു വാഹനങ്ങളൊന്നുമില്ല. അപ്പൊ ഈ പറഞ്ഞ ചൈനയും ആഫ്രിക്കയും ഒന്നും പോകണ്ട, ജസ്റ്റ് കോഴിക്കോട് നിന്ന് ഡൽഹി വരെ ഒന്ന് പോകുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള സമയത്താണ് ഈ പറഞ്ഞുള്ള വാഹനങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ആഫ്രിക്കയിൽ നിന്ന് മുഴുവൻ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ വായിക്കണം, വായിക്കാൻ അവരെ പ്രേരിപ്പിക്കണം, വായിക്കാൻ അവർ അറിയണം. ആ ബുക്കിന്റെ പേരാരോ ചോദിക്കുന്നുണ്ട്. പല ബുക്കുകളുണ്ട്. അദ്ദേഹം എഴുതിയത്, ട്രാൻസ്ലേറ്റ് ചെയ്തത് ഗുഡ് ബുക്ക് കോൾ ട്രാവൽസ് വിത്ത് എ ടാഞ്ചറിൻ. ട്രാവൽസ് വിത്ത് എ ടാഞ്ചറിൻ എന്ന ഒരു ട്രാൻസ്ലേഷൻ കിട്ടും. ടാഞ്ചറിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ പേരായിരുന്നു മൊറോക്കോയിലെ. സോ ദാറ്റ്സ് കോൾഡ് ട്രാവൽസ് വിത്ത് എ ടാഞ്ചറിൻ. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു വന്നത് ഇപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇഫ് യു ക്യാൻ എക്സ്പാൻഡ് യുവർ ലേണിംഗ്, ഇഫ് യു ക്യാൻ എക്സ്റ്റെൻഡ് ആൻഡ് എക്സ്പാൻഡ് യുവർ സ്റ്റഡീസ്, റീഡിംഗ്, that will widen your horizon. That is the beginning of your preparation. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് സിവിൽ സർവീസ് എന്നുള്ളതാണ്. ഞാൻ അതുമായി കണക്ട് ചെയ്താണ് പറയുന്നത്. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പലരും ചോദിക്കലുണ്ട്. This is the beginning. You start reading, you start serious reading, you take interest in reading, you note down whatever you are reading, and that's the beginning. നിങ്ങൾ വായന തുടങ്ങുക, വായിക്കുന്നത് ഇഷ്ടത്തോടു കൂടി, ഇഷ്ടമുള്ള ബുക്കുകൾ വായിക്കും. ഇപ്പോ ഹിസ്റ്ററി വായിക്കാൻ ഇഷ്ടമുള്ള കുട്ടിയെ നോവൽ വായിക്കാൻ വേണ്ടി പറയരുത്, ആൻഡ് വൈസ് വേഴ്സ. അപ്പോ ഇഷ്ടമുള്ള കാര്യങ്ങൾ വായിക്കുക, കയ്യിൽ കിട്ടുന്നതെല്ലാം വായിക്കുക, വായിക്കുന്നത് നോട്ട് ചെയ്യുക, വായിക്കുന്നത് എന്താണെന്ന് അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങളും പഠിക്കാത്ത കാര്യങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് ദി ബിഗിനിങ് ഓഫ് യുവർ പ്രിപ്പറേഷൻ. ഇപ്പൊ പലരും ഇതിൽ ചോദിക്കുന്നുണ്ട്, എന്താണ് നമ്മളുടെ പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ 1-2 പോയിന്റ്സ് പറയാം. സിവിൽ സർവീസ് സ്പെസിഫിക് ആയിട്ട്. സിവിൽ സർവീസ് ഒരു പക്ഷേ യു മസ്റ്റ് ബി നോയിങ്, സിവിൽ സർവീസ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് the pattern has been, there's a slight difference in pattern. Civil service exam is conducted in 3 levels. First is the preliminary level, then the mains level, and the personality test. Alla ariyayirikkum. So preliminary examination is sometimes during April, May ilana preliminary examination. Ee varsham actually because of COVID, the October April, May. Preliminary examination is in 2 paper. 2 paper ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പർ ആണ് ഉണ്ടാവുക. രണ്ടിലും 200 questions each ഉണ്ടാകും. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. പ്രിലിമിനറി എക്സാമിനേഷൻ ഈസ് ഓൺലി a filtering level. I mean, that's not counted for your final ranking, but that is just for filter the students for the main examination. Mains exam is in sometimes October, November. Mains there are 9 paper. All 9 papers are of subjective type. ഞാൻ പറഞ്ഞു prelims objective type ആണെന്ന് പറഞ്ഞു, multiple choice. But mains examination is subjective type. All 9 papers. 9 പേപ്പറിൽ 7 paper are counted for your final ranking. 2 പേപ്പർ കൗണ്ട് ചെയ്യാത്ത 2 പേപ്പർ, ഒന്ന് ഇംഗ്ലീഷും 2 regional language ആണ്. ഇപ്പോൾ either you can take Malayalam or any one of the regional language given in our schedule, കൗണ്ട് ചെയ്യുന്നത്. ഈ 7 പേപ്പർ എന്ന് പറയുന്നത് 4 പേപ്പർ ജനറൽ സ്റ്റഡീസ് ആണ്. General studies 1, 2, 3 and 4. That's 4 plus 2 is the optional subject. Or optional subjectil ninnulla 2 paper undavu. Optional subject is one subject which you have to select out of almost 40 options available. 40ഓളം ഓപ്ഷനുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ മുതൽ സുവോളജി വരെയുള്ളത് എല്ലാം ഉൾപ്പെടുന്ന 40ഓളം ഓപ്ഷൻ ഉണ്ട്. അഗ്രി, ആനിമൽ ഹസ്ബൻഡറി, ഫിസിക്സ്, കെമിസ്ട്രി, zoology, botany, agriculture, animal husbandry, medicine, engineering എന്ന് തുടങ്ങി ഏകദേശം 40ഓളം സബ്ജക്റ്റുകളിൽ നിന്ന് യു ഹാവ് ടു സെലക്ട് ആൻ ഓപ്ഷണൽ സബ്ജക്ട്. ആ ഓപ്ഷണൽ സബ്ജക്റ്റിൽ നിന്നാണ് 2 ക്വസ്റ്റ്യൻ പേപ്പർ. So 4 from general studies, 2 from optional subjects, so 4 plus 2.
And the final 7th paper is an English essay. So that is 4 plus 2 plus 1, 7. ഈ 7 പേപ്പർ ആണ് കൗണ്ട് ചെയ്യുന്നത്. All papers will be of 300 mark and 3 hours duration. അങ്ങനെ മെയിൻസിന് കിട്ടുന്ന മാർക്കിനോടൊപ്പം മെയിൻസ് റിസൾട്ട് വിൽ ബി ഔട്ട് സംടൈംസ് ഇൻ മാർച്ച്. മെയിൻസിന്റെ റിസൾട്ട് വന്നാൽ അതിൽ സെലക്ട് ചെയ്യുന്ന ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിന് വേണ്ടി കോൾ ഫോർ ചെയ്യുന്നത്. പേഴ്സണാലിറ്റി ടെസ്റ്റ് വിൽ ബി സംടൈംസ് ഇൻ ഏപ്രിൽ, എൻഡ് ഓഫ് ഏപ്രിൽ. പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് യുവർ ലാസ്റ്റ് ലാപ്പ് ഓഫ് യുവർ ജേർണി അല്ലെങ്കിൽ ഡ്രീം എന്ന് പറയാം. Personality test basically is not a test of your knowledge, it's a test of your personality. Appo personality test il the overall personality aanu test cheya. Personality test is again for 250 mark. Yeah, I think 250 mark, 250 or 300, 250 mark. Appo 7 mains paper and personality test paper in the mark that determines your final ranking. Final ranking വരുന്നത് സിവിൽ സർവീസിൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ IAS, IPS അല്ലെങ്കിൽ IF ഇന്ത്യൻ ഫോറിൻ സർവീസ് കൂടാതെ there are almost 27 സർവീസസ്. ഇതിലെ ടിപ്സ് അല്ലെങ്കിൽ ഇത് ചോദിക്കുന്നു ചിലര്. ടിപ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്നത്തെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന +2 അല്ലെങ്കിൽ ക്ലാസ് 10 കഴിഞ്ഞിട്ടുള്ള കുട്ടികളെല്ലാം you all have done extremely well. സെലക്ടഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. So you have succeeded in life. You have been successful in your class 10, class 12 examination. And for you, those who succeeded once, it's easy to repeat success. അല്ലേ? ജീവിതത്തിൽ ഒരിക്കൽ ഒരു പരീക്ഷയിൽ ജയിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് എക്സാമിൽ ജയിക്കാൻ എളുപ്പമാണ്. Why? You must have, for to succeed in some exam, class 10 or class 12, you must have followed some regimen, some schedule, some strategy, some schedule. Our same strategy, same schedule, same regimen, കുറച്ചുകൂടി റിഫൈൻ ചെയ്ത് കുറച്ചുകൂടി സീരിയസ് ആയി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. That's a basic rule for any success. Success in any examination. ഏത് എക്സാമിലാണെങ്കിലും സക്സസ് ഉണ്ടാവണമെങ്കിൽ the basic rule എന്ന് പറയുന്നത് you should have a strategy, you must have a schedule, you should have a long-term plan, you should have a time strategy. അത് വെച്ചിട്ട് എങ്ങനെ പഠിക്കണം, എത്ര പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്ന ഒരു സ്ട്രാറ്റജിയും പ്ലാനും ടൈം ഷെഡ്യൂളും വെച്ച് പഠിക്കുക എന്നുള്ളതാണ് ഏത് എക്സാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ടൈമിൽ I'll be happy to answer that. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സോ ഞാൻ my focus was on to sort of excite you. ഇപ്പൊ സിവിൽ സർവീസിന് തന്നെ പോകണമെന്നില്ല. ഞാൻ പറഞ്ഞ പോലെ all of you in various faculties. നമുക്ക് നല്ല we need committed journalists, we need historians, we need religious leaders, we need sociologists, we need good engineers, അല്ലേ? We need architects, we need entrepreneurs, we need businessmen, we need people in every walk of life with confidence, with commitment, with enthusiasm. പക്ഷെ തീർച്ചയായിട്ടും if you have an affinity for civil service, അല്ലെങ്കിൽ if you have a dream to become a civil servant, then you must. അതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. Desire is the starting point of every success. You have to dream before your dreams can come true, and you have to believe in a story before you can make others to believe in it. പക്ഷെ തീർച്ചയായിട്ടും സിവിൽ സർവീസ് ആണ് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് എങ്കിൽ അത് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ my advice and suggestion would be you should sit back and അതുകൊണ്ടാണ് നിങ്ങൾ സിവിൽ സർവീസ് എക്സാം eager to see you as an AS officer. Is it because your long-term friends are writing the exam? Is it because your family member, your relatives are very eager to see you? Or is it because of your dream? Is it because of your inner urge to excel in life?
കാരണം my humble submission would be, if there's no point in taking the exam without commitment. There's no point in wasting your time if you're not committed. Yes, പറയുന്നത് എല്ലാം എടുക്കണം, കണക്കിലെടുക്കണം, but you should make an assessment of yourself. What is your inner goal? Why do you want to take the exam? Because 2 years, 3 years down the line, you could be the most successful and happy person on earth if you have succeeded in IAS or in civil service. You could also be the most frustrated, most dejected person if you have not done your strategy, your planning well. But once you have done this analysis, and once you have taken the decision to go ahead to take civil service as your career, then you should stick to it. You should not oscillate. No, you should not. Before taking the decision, before taking final decision, you should think over, you should give time. But once you've taken the decision, you should stick to it. You should give your 100%. You should, give the maximum possible effort, and inshallah, you will succeed. And at the same time, you should always have a fallback option, because, with all your effort, with all your commitment and sincerity, somehow, if you don't succeed, then that should not be, that should not make you mad. That should not be end of your dream, your career. You should always have a fallback option, so that you have something to fall back if things go on, things don't work out the way it was expected. Appo enikku thonnu, that's it, more or less. Generally, that's what I wanted to talk to you. Thank you so much.